Meet the editors. മാങ്കൂട്ടാക്രമമോ അല്ലെങ്കിൽ കൂട്ടാക്രമമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ജിമ്മി, ഇപ്പോൾ 2 ദിവസമായി നടക്കുന്ന സൈബർ ആക്രമണം അതിൻ്റെ രീതി തന്നെ മാറിയിട്ടുണ്ട്. ഒരു വല്ലാത്ത രീതിയിൽ മാസ് അറ്റാക്കാണ്. ഇന്നിപ്പോൾ അതിജീവിത പരാതി നൽകിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വ്യക്തിക്കെതിരെ ഒരു സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടുള്ള എന്ത് പരാതി വന്നാലും പുറത്തു വരുന്നൊരു പ്രത്യേക മാനസിക രോഗമാണിത്. കേരളത്തിൽ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന തെറിക്കൂട്ടത്തിൻ്റെ ആക്രമണം. എത്രയോ തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയ നേതാവ് മാറും, പക്ഷേ വിഷയം ഇതാണെങ്കിൽ, ഒരു സ്ത്രീയുടെ മാനത്തിന് വില പറഞ്ഞതാണെങ്കിൽ, സ്ത്രീക്കെതിരായ അതിക്രമമാണെങ്കിൽ വൻ രീതിയിൽ മറുപക്ഷത്ത് ആൾ കൂടുന്നതും ഒരു വലിയ ആക്രമണം നടക്കും നമ്മൾ സ്ഥിരമായി കാണുന്നതാണ്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് അടുത്ത ആഴ്ച വിധി വരാൻ പോകുന്ന നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് 8ാം പ്രതിയായ കേസ്. ഓർക്കുന്നില്ലേ? കേരളം ഏതാണ്ട് രണ്ടായി തിരിയുന്ന രീതിയിലായിരുന്നു വലിയ ആക്രമണങ്ങളും വാദപ്രതിവാദങ്ങളുമെല്ലാം. അതിൽ പ്രതികളായവരെ വെളുപ്പിക്കാൻ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പോലും ഇറങ്ങി നിന്ന് ബാറ്റ് ചെയ്യുന്ന കഥ നമ്മൾ കണ്ടതാണ്. അവിശ്വസനീയമാണെന്ന് തോന്നും. പക്ഷേ എപ്പോഴും അമ്മയെ തല്ലിയാൽ 2 പക്ഷം എന്ന് പറയുന്നത് പോലെ ഈ പെൺകുട്ടി, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയം, ഈ പെൺകുട്ടിയുടെ ശബ്ദരേഖ കേട്ട ആർക്കും ആ ശബ്ദരേഖ വ്യാജമാണെന്ന് പറയാൻ ഇപ്പോൾ ധൈര്യമില്ല. ഒരു നേതാവേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കരളലിയിക്കുന്ന ഒരു കഥ പറഞ്ഞ ഒരാളുടെ ഉദ്ദേശശുദ്ധിയെയും അവർ ശരിയല്ല എന്ന് സ്ഥാപിക്കാനുള്ള അതിഭീകരമായ ഒരു മാനസികാവസ്ഥയുള്ള ആളുകൾ, അതിൽ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളുമുണ്ട്. ഒരു പക്ഷേ സ്ത്രീകൾ കൂടുതലാണോ എന്ന രീതിയിൽ ഇപ്പോൾ എടുത്തിരുന്ന കേസിൽ, കേരള പോലീസിൻ്റെ കേസിൽ 4 പ്രതികളോ മറ്റോ ഉണ്ട്. അതിൽ 2 പ്രതികൾ സ്ത്രീകളാണ്. അതിൽ ഒരു പ്രതിയുടെ 2 FB അക്കൗണ്ടുകൾ വെച്ചിട്ട് ആക്ച്വലി അങ്ങനെയാണ് പ്രതികൾ 5 ആകുന്നത്. ഇതിനകത്ത് സ്ത്രീയൊന്നും പുരുഷനോ വ്യത്യാസമില്ല, ഇറങ്ങി നിന്ന് കളിക്കുകയാണ്. ഈ കേസിലെ പ്രതിയായിട്ടുള്ള ഒരു ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ വിശദാംശങ്ങളൊന്നും ജസ്റ്റ് പറയാം. രഞ്ജിത പുളിക്കൻ കഴിഞ്ഞ 26-ാം തീയതിക്ക് ശേഷം 47 പോസ്റ്റുകളാണ്, ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇറക്കിയിരിക്കുന്നത്. 47 എണ്ണം. ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് ആക്രമണം. പറയുന്ന വരികൾ വായിക്കുന്നത് ശരിയല്ലെങ്കിലും പ്രേക്ഷകർ അത് പറയാതിരിക്കാൻ പറ്റില്ല. കാമഭ്രാന്തി പെരുങ്കള്ളി എന്നൊക്കെ വിളിച്ചിട്ടാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. നമ്മൾ അതിലെ മുഴുവൻ വാചകങ്ങളും വായിക്കേണ്ട എന്നുള്ളതാണ്. ഞാൻ വിട്ടു എന്തായാലും പറഞ്ഞു പോയതാണ്. എന്താണ് ഈ ആളുകളുടെ മാനസികാവസ്ഥ എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയം, ഒരു നേതാവിനെ സംരക്ഷിക്കാനുള്ള താല്പര്യം, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു അറ്റാക്കിൻ്റെ പിന്നിലെ മനോനില എന്താണ്? കേരളത്തിൽ മാനസിക നില തെറ്റിയ ആളുകളുടെ ഒരു വലിയ കൂട്ടമായി മാറുന്ന രീതിയിലാണ് ഈ ആളുകളെല്ലാം ആക്രമണം നടത്തുന്നത്. 4 പേരാണ് പ്രതികൾ. അതിൽ ഇപ്പോൾ ഞാൻ വായിച്ച രഞ്ജിത പുളിക്കൽ കൂടാതെ ഒരു അഭിഭാഷകയുണ്ട്, ദീപ ജോസഫ്, രാഹുൽ ഈശ്വർ, സന്ദീപ് വാര്യർ. രാഹുൽ ഈശ്വരൊക്കെ പിന്നെ ഒരു രക്ഷയുമില്ല. അതായത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത്, രാഹുൽ ഈശ്വർ നിയമം പഠിച്ച ആളെന്നാണ്. നിയമം പഠിച്ച ഒരാൾക്ക് എങ്ങനെയാണ് ഈ സംഭവം ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി ഏതെങ്കിലും രീതിയിൽ വെളിപ്പെടുത്താനാവുക? BNS സെക്ഷൻ 228 പ്രകാരം 2 വർഷം ശിക്ഷയാണ്. ഏതെങ്കിലും രീതിയിൽ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയാൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും. അതറിയാം, ഞാനൊരു നിയമ വിദ്യാർത്ഥിയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ മുഴുവൻ പേരൊഴിച്ച് ബാക്കി എല്ലാം അങ്ങ് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് അത് പബ്ലിക് ഡൊമൈനിലുള്ള വിവരങ്ങളാണ്. ഏതാ പബ്ലിക് ഡൊമൈൻ? കോടതിയിൽ കൊടുത്ത മുൻകൂർ ജാമ്യ ഹർജിയിൽ ഉണ്ടെന്ന് പറയുകയാണ്. അതെങ്ങനെയാണ് പബ്ലിക് ഡൊമൈൻ ആണെന്ന് നിങ്ങൾ വാദിച്ച് സ്ഥാപിച്ച്? എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് നോക്കണം. ഒരു കാരണവശാലും നിയമത്തിൻ്റെ സ്പിരിറ്റിനെതിരായിട്ട് അയാൾ പോവുകയും അത് 4 പേർ അറിഞ്ഞോട്ടെ എന്ന് പറയുകയും ചെയ്തതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം. വേറൊരു വിദ്വാൻ ഇന്നലെ പറഞ്ഞതുപോലെ KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്, അത് സന്ദീപ് വാര്യരാണ്. സന്ദീപ് വാര്യരാണെങ്കിൽ ഇതൊന്നുമല്ല, ഈ കുട്ടിയുടെ മറ്റ് വിശദാംശങ്ങളാണ് പുറത്തുവിടാൻ ശ്രമിച്ചത്. വളരെ വളരെ വിശദമായി വിവാഹിതയാണെന്നൊരു വാദമുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ കുട്ടി സെപ്പറേറ്റഡ് ആണെങ്കിൽ ആ സെപ്പറേഷൻ ശരിയല്ല എന്ന് പറഞ്ഞ് മറ്റ് വിശദാംശങ്ങൾ വിശദമായി അധികം പറയുന്നില്ല, വിശദാംശങ്ങൾ പറയുകയാണ്. അങ്ങനെ ഇനിയിപ്പോൾ തൊട്ട് കാണിക്കേണ്ട ആവശ്യമില്ല, ബാക്കിയെല്ലാം മനസ്സിലായി എന്നിരിക്കുമ്പോൾ അതാ സോഷ്യൽ മീഡിയയിൽ ഈ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ വരികയാണ്. ഇന്നലെ മുതൽ അടുത്ത ചിത്രമാണ്. ബാക്കി മുഴുവൻ വിശദാംശങ്ങളും നമ്മളെല്ലാവരെയും പഠിപ്പിച്ച ശേഷം, ആളുകളെല്ലാം പഠിപ്പിച്ച ശേഷം അടുത്ത റൗണ്ട് ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങൾ എങ്ങനെ പുറത്തു വരുന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് പോകുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. KPCCയുമായി ബന്ധമുള്ള സോഷ്യൽ മീഡിയ സെല്ലിലെ ചില ആളുകൾ ചേർന്നുണ്ടാക്കിയ അനൗദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഇവളുടെ പേര് വിവരങ്ങളും ഫോട്ടോയും പുറത്തുവിടാനുള്ള ആഹ്വാനം. നമ്മൾ ആ വാർത്തയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. നോക്കണേ, എന്തൊരു പ്ലാൻഡ് ആയിട്ടും എന്തൊരു ഓർഗനൈസ്ഡ് ആയിട്ടുമാണ് ഈ ആക്രമണം നടന്നത്. ആദ്യം വിശദാംശങ്ങൾ പുറത്തുവിടുക, അതിനകത്ത് ചില കുഴപ്പങ്ങളുണ്ടെന്നും ചില പ്രശ്നങ്ങളുണ്ടെന്നും ആ കേസ് അത്ര സുമാറല്ല എന്നും ഉള്ളൊരു പുകമറ സൃഷ്ടിക്കുക, അതിനുശേഷം അവരുടെ പടം പുറത്തുവിടുക. അങ്ങനെ
ഈ പെൺകുട്ടിയെ ഇരയെ പരമാവധി സമ്മർദ്ദത്തിലാക്കുക. ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ സമാധാനം പറയുമോ? കേസ് മാറും, കളി മാറും. നിങ്ങളുടെ ഒരു ആവേശത്തിന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാകും ഇതായിരിക്കും നിങ്ങളുടെ ന്യായവാദം, ഈ പെൺകുട്ടി പറയുന്നത് ശരിയല്ലെന്ന് തോന്നുന്നുണ്ടാകും. അപ്പോഴും സഭ്യമായ വാക്കുകൾ ഉപയോഗിക്കുക എന്നൊരു അടിസ്ഥാനപരമായ കാര്യമില്ലേ? ഇതങ്ങനെയല്ല. KPCCയുടെ സോഷ്യൽ മീഡിയ സെല്ലുള്ള ആളുകൾക്ക് ഇതാണ് പണിയെങ്കിൽ എങ്ങനെയാണ് ഈ പ്രസ്ഥാനം ഇതുവരെ ചെയ്തിരുന്നോട് നോക്കാം. ഈ KPCCക്ക് അകത്തുള്ള നേതാക്കൾക്കെതിരായ സൈബർ അറ്റാക്കുകൾ നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്നതല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കുക ഇത് CPMൻ്റെ ഭാഗത്തു നിന്നായിരിക്കും എന്നാണ്. അല്ല, സംഘടനാ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് KPCC പ്രസിഡന്റായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇരുന്ന കാലത്ത് തുടങ്ങിയതാണ്. മുല്ലപ്പള്ളിക്കെതിരായിരുന്നു ഏറ്റവും വലിയ ആക്രമണം. സുധാകരൻ വന്നപ്പം കുറച്ച് നേരത്തേക്ക് നിന്നു. അത് കഴിഞ്ഞ് ഈ വിവാദം വരുമ്പോൾ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ആദ്യ ആക്ഷേപം വരുമ്പോൾ, ആദ്യ ശബ്ദരേഖ വരുമ്പോൾ VD സതീശൻ ഒരു പ്രതികരണം നടത്തിയതിൻ്റെ പുറത്ത് VD സതീശനെ വിളിച്ച പേരെന്താ? കെയറച്ചൻ എന്ന് വിളിച്ചുകൊണ്ടാണ് കളിയാക്കിയത്. അത് വെറും സോഷ്യൽ മീഡിയ അല്ല, ഒരു ഓൺലൈൻ മീഡിയമാണ് ഈ ഇതെടുക്കുകയും കെയറച്ചൻ എന്ന തമ്പുണ്ടാക്കുകയും അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോയും ചെയ്തത്. വിലക്കെടുത്തിട്ടാണ് ചെയ്യുന്നതെന്നായിരിക്കാം കരുതുക. പക്ഷേ എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ വിളിക്കാനാവുക? അത് കഴിഞ്ഞ് രമേശ് ചെന്നിത്തലയെ വെറുതെ വിട്ടോ? എന്തിന് M ലിജുവിനെ വെറുതെ വിട്ടോ? എത്ര കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ സൈബർ ആക്രമണത്തിൽ തകർന്ന് താഴെ പോയിട്ടുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത് ഒരു രക്ഷയില്ല, സൈബർ ആക്രമണം വരും, തൽക്കാലം ഞാൻ ഇന്ന് മിണ്ടുന്നില്ല എന്നാണ്. അതായത് കോൺഗ്രസിനകത്തുള്ള നേതാക്കളെ പോലും വരുതിയിലാക്കാനുള്ള ശക്തിയുള്ള രീതിയിൽ ഉള്ള തെറിക്കൂട്ടമായി ഒരു വലിയ സംഘം പ്രവർത്തിക്കുന്നു കേരളത്തിൽ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഇടതുപക്ഷത്തോ CPMലോ ഇതില്ല എന്നുള്ളതല്ല. ഒരു പ്രധാനപ്പെട്ട നേതാവിനെ വല്ലാതെ പുകഴ്ത്തി കഴിഞ്ഞപ്പോൾ ആ സംഘത്തെ, ആർമി എന്ന് വിളിക്കുന്ന ആ സംഘത്തെ നിയന്ത്രിക്കാനുള്ള ചില നടപടികളൊക്കെ CPMൻ്റെ ഭാഗത്തുണ്ട്. അത് മറന്നുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ ഇവിടെ വിഷയം ഓരോരോ നേതാക്കളെ ടാർഗറ്റ് ചെയ്ത് KPCC പ്രസിഡന്റിന് മുതൽ അങ്ങ് താഴെത്തട്ടുള്ള ആളുകളെ വരെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്ന, എനിക്കിഷ്ടമില്ലാത്ത ആളുകളെ മുഴുവൻ പിടികൂടുന്ന ഒരു പ്രത്യേക മനോനിലയിൽ പ്രവർത്തിക്കുന്ന സംഘം. ഇതിനൊക്കെ പണം എവിടുന്നാണ്? ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ 100 കണക്കിന് ഹാൻഡിലുകളിൽ നിന്ന് ആളുകൾ അറ്റാക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഇതിനകത്ത് താഴെ കീഴെ വന്ന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും അത് ഷെയറായും ലൈക്കായും മൾട്ടിപ്ലൈ ചെയ്ത് പോകണം. എന്തു വലിയ പണച്ചെലവുള്ള പരിപാടിയാണ്. അപ്പോഴാണ് ഓർക്കുന്നത്, തെരഞ്ഞെടുപ്പുകൾ കുറേ കഴിഞ്ഞില്ലേ? പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ചില ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു, അത്യാവശ്യം പണമൊക്കെ ഉണ്ട്, കോടികളൊക്കെ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന വാർ ചെസ്റ്റുകളുണ്ട് ഇവരുടെയൊക്കെ കയ്യിൽ. ഈ വാർ ചെസ്റ്റുകൾ നിറങ്ങുന്ന പണം ഈ തെറിക്കൂട്ടത്തെ തീറ്റിപ്പോറ്റാനാണ്, തെറി വിളിക്കാനാണ് എല്ലാ ദിവസവും രാവിലെ. ഇന്ന് രാവിലെ ആളുടെ നെഞ്ചത്ത് കയറണമെന്ന് തീരുമാനിച്ചിറങ്ങുകയാണ്. രാവിലെ വാട്സാപ്പും തുറന്ന് അല്ലെങ്കിൽ ലാപ്ടോപ്പ് തുറന്ന് ഇരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം അല്ലേ? ഇത് ഓർഗനൈസ്ഡ് ക്രൈമാണെന്ന് മാത്രമല്ല, ഇതിന് പിന്നിൽ കൃത്യമായ ബുദ്ധി കേന്ദ്രമുണ്ട്, അല്ലെങ്കിൽ ബുദ്ധി കേന്ദ്രങ്ങളുണ്ട്. ഓരോ ദിവസവും എങ്ങനെ ചെയ്യണം, ആർക്കെതിരെ ചെയ്യണം, അത് ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ നിർദ്ദേശവും പദ്ധതിയും അനുസരിച്ചാണ് ഓരോ ദിവസവും ഈ സംഘം നീങ്ങുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇത് ആദ്യം ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ മറ്റു വിവരങ്ങൾ പങ്കുവയ്ക്കുക, എന്നിട്ട് അതിനകത്തൊരു കുഴപ്പമുണ്ടോ എന്ന് വരുത്തി തീർക്കുക. എനിക്ക് തന്നെ എത്ര മെസ്സേജുകളൊന്നും ആദ്യത്തെ ദിവസം, നിങ്ങൾ ഈ പറയുന്ന വാർത്ത ശരിയല്ലല്ലോ, ഇങ്ങനെ പലയിടത്തും പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്കറിയാവുന്ന ആളാണ്, ഞാൻ നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? അത് വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്ത് വന്നതാണ്. അതിനുശേഷം പെൺകുട്ടിയുടെ ചിത്രം പൊങ്ങി വരുന്നു. ഈ ചിത്രം പൊങ്ങി വരുമ്പോൾ ഇപ്പോൾ കേസിൽ പ്രതിയായിട്ടുള്ള സന്ദീപ് വാര്യരാണ് അതിനകത്ത് അറിഞ്ഞോ അറിയാതെ അതിനകത്തൊരു പ്രതി. അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ സംശയിക്കുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ ചിത്രം ആരും അറിയാതെ പെട്ടെന്ന് അങ്ങ് കുത്തി പൊങ്ങുകയാണ്. ഈ വിഷയത്തിൽ സന്ദീപ് വാര്യർ അഭിപ്രായപ്പെടുന്നു. സന്ദീപ് വാര്യർ അതിനകത്ത് എനിക്ക് ഈ കുട്ടിയെ അറിയാം. അല്ല, ഈ കല്യാണത്തിന് പോയ ആൾക്കാണല്ലോ, ഈ കല്യാണത്തിന് പോയിട്ടുണ്ട്, ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നത് വ്യക്തമായിട്ട് അറിയാം. അല്ലാതെ കഴിഞ്ഞ വർഷം ഇദ്ദേഹം ആ കല്യാണത്തിന് ആ ദിവസം പോയി പങ്കെടുത്തു എന്ന് ബാക്കി എല്ലാവരും ഓർത്തിരിക്കുകയല്ലോ. ഒരു കാരണവശാലും ഇല്ല. അപ്പോൾ അതാ പറയാം, ജനങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് എനിക്കറിയാം, ഞാൻ ഈ കല്യാണത്തിന് പങ്കെടുത്തതാണ്, ഞാൻ ഈ കല്യാണത്തിന് പങ്കെടുത്തപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല, അവർ വളരെ അടുത്ത ബന്ധമാണ്, ഇപ്പോഴും അവർക്ക് അടുപ്പമുണ്ടെന്നൊക്കെയാണ് ഞാൻ കരുതുന്നത്. പോസ്റ്റ് ഇടുന്നു. പിന്നെ ഒരു പോസ്റ്റ് എന്താ, എൻ്റെ ഫോട്ടോ എൻ്റെ താഴെ കിടപ്പുണ്ട്, ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോഴേക്കും ഈ ഫോട്ടോ ആളുകളെടുത്ത് വിശദമായി പടർത്തി കഴിഞ്ഞിരുന്നു. ആ ഫോട്ടോയിൽ നമുക്ക് ഫോണുകളിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ എങ്ങനെയാണോ ഒരു നിയമത്തിൽ പറയുന്നത്, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഒരു സ്ത്രീയുടെ വ്യക്തിത്വം സംരക്ഷിക്കാൻ വേണ്ടി എങ്ങനെയാണോ നിയമങ്ങൾ ഉണ്ടാക്കപ്പെട്ടത്, ഓർമ്മയുണ്ടല്ലോ പണ്ട് ഒരു കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു കോൺഗ്രസ് നേതാവ് പ്രതിയായ സ്ത്രീപീഡന കേസിൽ ആ കുട്ടിയെ കേരളം മുഴുവൻ തെളിവെടുപ്പിനായിട്ട് കൊണ്ടു നടന്ന് ആ കുട്ടിയുടെ മാനം കെടുത്തിയത്, ഒരു പത്രം ആ കുട്ടിയുടെ ചിത്രം വരെ അടിക്കുന്ന സ്ഥിതിയുണ്ടായി. അതിനുശേഷം കേരളത്തിലെയും ഇന്ത്യയിലെയും നീതിന്യായ വ്യവസ്ഥകൾ കുറച്ചുകൂടെ അനുഭാവപൂർവമായ തീരുമാനം കൈക്കൊണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കാരണവശാലും പെൺകുട്ടിയുടെ അവർ മരിച്ചാൽ പോലും
അവരുടെ ഐഡൻറ്റിറ്റി വെളിവിടരുതെന്ന് പറഞ്ഞത്. ഇപ്പോൾ എന്തായി? ഈ പറയുന്ന BNS 228 ഒക്കെ ആവിയിൽ പോയി. എല്ലാവർക്കും അറിയാം, എല്ലാ വിവരങ്ങളും അറിയാം. എന്തിനാണ് ഇങ്ങനൊരു നിയമം? മാധ്യമങ്ങൾ ആത്മനിയന്ത്രണം പാലിക്കുന്ന ഒരു കാലത്ത് മാധ്യമങ്ങൾ വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ പറയുന്നതിൻ്റെ പരിധിക്ക് ഇപ്പുറത്തുനിന്നുകൊണ്ട് മാത്രം സംസാരിക്കുമ്പോൾ ഒരു വശത്ത് വെട്ടിക്കിളി കൂട്ടമിറങ്ങി എന്തും പറയുക, എന്തും ചെയ്യുക. എന്നിട്ടോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നടപടിയെടുത്ത പാർട്ടിയുടെ പേര് കോൺഗ്രസ്. അതേ രാഹുൽ മാങ്കൂട്ടത്തിന് റീ എൻട്രി ഉണ്ടാക്കി കൊടുത്തതും രാഹുൽ മാങ്കൂട്ടത്തിനെ മണ്ഡലം മുഴുവൻ കൊണ്ടു നടന്നതും ആ പാർട്ടിയുടെ പേര്, അതും കോൺഗ്രസ്. ഇത്രയൊക്കെ ചെയ്തതിന് ഒന്നും പോരാത്തതിന് KPCCയുടെ ജനറൽ സെക്രട്ടറി, AICC ജനറൽ സെക്രട്ടറി ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് കൈയടിക്കുന്നു. ആ പാർട്ടിയുടെ പേരും കോൺഗ്രസ് എന്നാണ്. ഈ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചോന്ന് അറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനുമായി കൂടെ നിന്ന ഒരുപാട് പേർക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. പാർട്ടി സസ്പെൻഡ് ചെയ്ത പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നേതാവിനെ, രാഹുൽ മാങ്കൂട്ടത്തിനെ, നിയമസഭയിൽ വന്നപ്പോൾ കൂടെ വന്ന ഒരാളുണ്ട്, നേമം ഷജീർ. നേമം ഷജീർ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേമത്തിൽ നിന്ന് മത്സരിക്കുക. ഇതെങ്ങനെ ചെയ്യാമെന്ന്? ഇതെങ്ങനെ പറ്റും കോൺഗ്രസ്സെ? അപാര ശേഷിയാണ്. ഒരുപാട് പേര്, റിനോ പി രാജൻ സുഹൃത്തുക്കളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, സുധീർ ഷാ, ഒരുപാട് ഇവരെല്ലാം ഇലക്ഷന് മത്സരിക്കുകയാണ്. ഫെനിയും ഉണ്ടെന്നാണ് ഞാൻ ഫെനി നയന ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഫെനി നയൻ്റെ വീട്ടിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കൂടെ നിൽക്കുക, കൈയടിക്കുക മാത്രമല്ല, പാർട്ടി നടപടിയെടുത്ത ഒരാളുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും പാർട്ടിയിലായിരുന്നെങ്കിൽ വിവരം അറിയും. പാർട്ടി സസ്പെൻഡ് ചെയ്ത, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ കോൺഗ്രസ് അതിനെ സംരക്ഷിക്കുന്നത്, അതിനെ നടപടി കൊടുക്കുന്നത് അവരെ ഇലക്ഷൻ മത്സരിപ്പിച്ചുകൊണ്ടാണ്. പാർട്ടി നടപടിയെടുത്ത ഒരു നേതാവിൻ്റെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് ശിക്ഷയല്ല കിട്ടുന്നത്, നിങ്ങൾക്ക് കിട്ടുന്നത് സമ്മാനമാണ്. എന്തൊരു പരിപാടിയാണിത്! ഇത് കളിച്ച് ഞാൻ ഭയപ്പെടുകയാണ്. നമ്മളൊരു ഒരു ആപൽ ഘട്ടം കടക്കുകയാണ് ഇന്ന് രാത്രിയാകുമ്പോഴേക്കും. ഇത് ഇരയാകുന്ന പെൺകുട്ടിക്ക് ഉണ്ടാക്കാൻ പോകുന്ന മാനസികാവസ്ഥ എന്താണെന്ന് ഒരാൾ ഊഹിക്കാൻ പറ്റാത്ത ഘട്ടത്തിൽ കടന്നിരിക്കുന്നു എന്നാണ് പലരും പറയുന്നത്. അങ്ങനെ സംഭവിക്കുക, അങ്ങനെയൊന്നും ആകാതിരിക്കട്ടെ. പക്ഷേ ഇത് വല്ലാത്തൊരു രീതിയാണ്. പോലീസ് ഇന്ന് 4 പേർക്കെതിരെ കേസെടുത്തു, നല്ല കാര്യം. പക്ഷേ KPCCയുടെ മീഡിയ സെല്ലിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ആഹ്വാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും കേസെടുക്കണം. വളരെ ശക്തമായ നടപടികൾ വേണം. കാരണം ഇതൊരു ആസൂത്രിത നീക്കമായിരുന്നു. പെൺകുട്ടിയുടെ വിശദാംശങ്ങളും പിന്നീട് ചിത്രവും പിന്നീട് മുഴുവൻ കാര്യങ്ങളും പറയാനും പെൺകുട്ടിക്ക് മോശക്കാരിയാക്കുന്ന വ്യാപകമായ പോസ്റ്റുകൾ കുത്തിപ്പൊക്കുന്നതിനും പോസ്റ്റ് എഴുതുന്നതിനുമൊക്കെ ആളുകളെ സജ്ജമാക്കി നിർത്തുകയാണ്. വളരെ ഗുരുതരമായൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ഇന്ന് ഇത് അവസാനിപ്പിക്കണം സർക്കാരും പോലീസും. ശരി, നമുക്ക് ചർച്ച തുടരാം. അതിനു മുമ്പ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒന്നുകൂടി ഉറപ്പിച്ച ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. തെറി വിളിക്കുന്നവർ പ്രത്യേക ചില ആളുകളുടെ കൂലി എഴുത്തുകാരാണ്. അപ്പോൾ അതിൽ ചിലരെ ഉദ്ദേശിച്ച് തന്നെയാണ് അദ്ദേഹം രാവിലെ നമ്മളോട് പ്രതികരിച്ചതെന്നാണ്. പാർട്ടി നിലപാടിന് വിഭിന്നമായി പ്രതികരിച്ചതുകൊണ്ടാണ് K. സുധാകരനെതിരെ പറഞ്ഞത്. തൻ്റെ പേരിൽ ഒരു സ്ത്രീയും ഇതുവരെ പരാതി നൽകിയിട്ടില്ല. മഞ്ചേരി സംഭവം കോടതി ചവറ്റുകൊട്ടയിലിട്ടതാണ്. മഴ പെയ്യുമ്പോൾ നനഞ്ഞിട്ടല്ല, പിന്നല്ലേ മരം പെയ്യുമ്പോൾ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഫേസ്ബുക്കിലാണ് കുറിപ്പിട്ടിരിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അതിലൊരു കൗതുകരമായ കാര്യം, ഈ മഞ്ചേരി സംഭവം എന്ന് പറയുന്നത് DYFI ആണെന്ന് ആ സദാചാര പോലീസിംഗ് നടത്തിക്കൊണ്ടുള്ള പരിപാടി നടത്തി. ആ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സൈബർ കൂട്ടം രാജ്മോഹൻ ഉണ്ണിത്താനെ ആക്രമിക്കുന്നത് എന്നുള്ളതാണ്. സുജിയ, കൂട്ടാക്രമണമാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? കൂട്ടാക്രമണം എന്നതിനപ്പുറം ഇത് ഒരു സംഘടിത സ്വഭാവമുള്ള ആക്രമണമാണ്. ആദ്യമായല്ല നമ്മൾ ഈ ആക്രമണം കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ബുദ്ധി കേന്ദ്രമുണ്ട് എന്നത് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിലാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണമടക്കം. ഈ ബ്രിഗേഡിന് ഒരു ബ്രിഗേഡിയർ ഉണ്ട്. ആ ബ്രിഗേഡിയർ വളരെ നൈസായിട്ടാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാകും ആരാണ് ആ ബ്രിഗേഡിയർ എന്നത് സംബന്ധിച്ച്. ആ ബ്രിഗേഡിയർ പുറത്ത് എക്സ്പോസ്ഡ് ആകുന്ന ഒരു ദിവസം വരും. കാരണം കോൺഗ്രസ് നേതാക്കൾ എത്ര എന്ന് വെച്ചാൽ ക്ഷമിക്കുക, വലിയ പാരമ്പര്യമുള്ള, വർഷങ്ങളായി കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിച്ച് കയറി വന്ന പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെയാണ് കൂട്ടം തിരിഞ്ഞ് ആക്രമിക്കുന്നത്. ഞാനും എൻ്റെ സംഘവും എന്ന മട്ടിൽ അങ്ങനെ ഒരു സ്വന്തമായ ഒരു സംഘം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ ഒപ്പം കൊണ്ടു നടന്നിരുന്ന ആളാണല്ലോ. അപ്പോൾ പരസ്യമായി എടുക്കുന്ന ഒരു ടാക്ടിക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് അയാൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്തും പറഞ്ഞിട്ടില്ല. വളരെ സേഫ് സോണിൽ നിന്നുകൊണ്ടുള്ള കളിയാണ്. പക്ഷേ അതേസമയം തന്നെ ഈ ബ്രിഗേഡിനെ ആക്റ്റീവ് ആക്കുന്നുണ്ട്. നമ്മൾ പറയുമല്ലോ, ഈ ചാവേർ ബോംബ് എങ്ങനെയാണ് പൊട്ടിത്തെറിക്കുന്നത്? ചാവേർ ആക്രമണങ്ങളിൽ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാകും, ആരാണ് ചാവേർ ആകേണ്ടതെന്ന്. ആ രീതിയിലാണ് ഈ പൊട്ടിത്തെറി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഈശ്വറാണ് ആദ്യത്തെ ചാവേർ.
അതിനുശേഷം സുപ്രീം കോടതി അഭിഭാഷകർ വരുന്നു. ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ടൈം ലൈൻ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് എവിടെയാണ് എപ്പോഴാണ് ഈ ചാവേറുകൾ പൊട്ടിത്തെറിക്കേണ്ടത്. അത് കൃത്യമായി പ്ലാൻഡ് ആണ്. ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷനാണ് നടക്കുന്നതെന്നതിൽ എനിക്ക് ഒരു സംശയവുമില്ല. ഈ പ്ലാൻഡ് ഓപ്പറേഷൻ, ഈ സംഘടിതമായിട്ടുള്ള ഈ സൈബർ ബുള്ളിയിങ് അത് തടഞ്ഞേ പറ്റൂ. കാരണം അല്ലെങ്കിൽ അത് കേരളീയ പൊതുസമൂഹത്തിന് അത് വലിയ ഭീഷണിയായി മാറും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ പരാതിയുമായി രംഗത്ത് വരുന്ന സ്ത്രീകൾക്ക് എന്നുള്ളതല്ല, അവരെ ആരെതിർത്താലും നശിപ്പിച്ച് കളയും. അങ്ങനെയാണ് അവരുടെ ആ ഒരു ബുദ്ധി പോകുന്നത്. അത് ശരിയായ ഒരു രീതിയല്ല. അത് രാഷ്ട്രീയത്തിലായാലും പൊതുമണ്ഡലത്തിലായാലും ആ ഒരു രീതിക്ക് തടയിട്ടേ പറ്റൂ. അപ്പോൾ ഇപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരുന്ന കാര്യം ചെയ്തതുകൊണ്ട് സൈബർ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അതായത് ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ഈ പോസ്റ്റുകൾ വരുന്നതിൽ ഈ സൈബർ ഇടത്തിലെ ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ നടക്കുന്ന ഒരു ഗൂഢാലോചനയുണ്ട്. അത് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് കേസ് ചാർജ് ചെയ്യേണ്ട രീതിയിലേക്ക് വരേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഒരു കൃത്യമായ ഗൂഢാലോചന നടന്നതിന് ശേഷമാണ് സൈബർ പ്ലാറ്റ്ഫോംസ്, അതായത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ ഇതിൻ്റെ പോസ്റ്റുകൾ അല്ലെങ്കിൽ കൃത്യമായി ഈ ലൈക്ക് ഇടേണ്ടത്, കമൻറ്റ് ഇടേണ്ടത് തുടങ്ങി സകല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിലാണ് ആദ്യമായിട്ട് ഈ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന ഈ ഒരു പോസ്റ്റ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക് ചെയ്ത വാർത്ത. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഒരു സ്ലട്ട് ഷെയ്മിംഗ് എന്നതിന് അപ്പുറം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു സ്ത്രീയാണ്. ഏതെങ്കിലും ഒരു സ്ത്രീയെ സ്ലട്ട് ഷെയിം ചെയ്യുന്നത് പോലെയല്ല, ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു സ്ത്രീ, ആ പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ ആ പ്രതിസന്ധിക്ക് അവരെ തള്ളിയിട്ട അല്ലെങ്കിൽ അതിൽ ഉത്തരവാദിയായ ആൾ തന്നെ അവരുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഈ പരാതി കൊടുക്കുന്നതിൽ നിന്ന് ഇത്രയും കാലം പിന്തിരിപ്പിക്കുകയും ചെയ്തതിന് ശേഷം അത് ഒരു വൃഥാ വാഗ്ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ആ പരാതി നൽകാൻ തയ്യാറെടുക്കുന്നത് അത്രയേറെ ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാകും. അല്ലെങ്കിൽ അവർക്ക് പല അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകും. പരാതി കൊടുക്കണമെന്നും കൊടുക്കണ്ട എന്നുമുള്ള രണ്ട് അഭിപ്രായങ്ങളിൽപ്പെട്ട അവർ തന്നെ ആ ഒരു മാനസികാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാകും. അതെല്ലാം മറികടന്ന് അവരെടുത്ത ഒരു ഡിസിഷനാണ് ഈ പരാതി നൽകൽ. ആ പരാതി നൽകിയ ആളെ അവരാരാണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്. അവർ ഒരു മോശം സ്ത്രീയാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. അവർ കടന്നുപോയ അവസ്ഥ എന്ന് പറയുന്നത് അതിനെ ഇല്ലാതാക്കിക്കൊണ്ട്, അതിന് സീറോ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതാണ് ഇതിലെ ഗുരുതരമായ കുറ്റകൃത്യമായിട്ട് ഞാൻ കാണുന്നത്. കാരണം എന്തായാലും എന്ത് സംഭവമായാലും അതിനകത്ത് ഇപ്പോൾ ഇയാൾ പറയുന്നത് പോലെ ഇയാളുടെ ഭാഗത്താണ് ന്യായമെന്ന് വെക്കുക. പക്ഷേ ഈ കാണിക്കുന്ന സ്ലട്ട് ഷെയ്മിങ്ങിന് അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ഇവരെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്ന ആക്ടിന് അതിനെന്ത് ന്യായീകരണമാണുള്ളത്? ഒരു ന്യായീകരണവുമില്ല. അവർ ഏതെങ്കിലും തരത്തിൽ ഇയാളെ സ്ലട്ട് ഷെയിം ചെയ്യുന്നതിനായി എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുകയാണോ ചെയ്തത്? അവരൊരു പരാതി പോലും കൊടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ മാത്രമാണ് അവർ ആ പരാതി കൊടുക്കുന്നതിലേക്ക് എത്തിയത്. ആ പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയെ നിയമപരമായി നേരിടും, സത്യമേവ ജയതേ എന്ന് പറഞ്ഞ് പോസ്റ്റ് വിട്ടു പോയ ആളുടെ പിണിയാളുകൾ, അങ്ങനെ തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത്, ആ പിണിയാളുകൾ വന്നിട്ട് ആ പെൺകുട്ടിയെ കൊത്തിക്കീറുകയാണ്. കഴുകന്മാരുടെ ഒരു മാനസികാവസ്ഥയോട് കൂടിയാണ്. കഴുകന്മാർ എങ്ങനെയാണോ ശവശരീരത്തിന് മുകളിലേക്ക് ആർത്ത് വന്ന് വീഴുന്നത്, എങ്ങനെയാണോ ഈ മാംസഭാഗങ്ങൾ കൊത്തിയെടുക്കുന്നത്, അതുപോലെ ആ പെൺകുട്ടിയെ പിച്ചി ചിന്താനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്തത്. ആ പെൺകുട്ടി ഇതിൻ്റെ ഒരു മാനസിക ബുദ്ധിമുട്ടിൽ, അങ്ങനെ ഒരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാകാതെ അതിൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ആ കുട്ടിയെ ചേർത്ത് നിർത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ആ കുട്ടിക്ക് എപ്പോഴാണ് ഒരാളുടെ ഒരു മാനസിക നിലയിൽ ഇത്രയും പ്രതിസന്ധിയിലൂടെ കടന്നുപോയി പരാതി നൽകി ആ പരാതിയുടെ ഭാഗമായിട്ടുള്ള മൊഴിയെടുക്കലിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും എല്ലാം പോവുകയാണ്. അതിനിടയിലാണ് ഈ രീതിയിലുള്ള ഒരു ആക്രമണം കൂടി അവർക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പോഴുണ്ടാകുന്ന അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതോ അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടായി ഈ കുട്ടി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഈ എപ്പിസോഡ് അങ്ങ് അവസാനിക്കണം എന്ന് ആഗ്രഹിക്കുകയാണോ ഈ ബ്രിഗേഡ് എന്ന് ന്യായമായും സംശയിച്ചു പോകേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള മനുഷ്യരെ അവരെ വെറും ഒരു സൈബർ കേസ് കൊണ്ടാണോ നേരിടേണ്ടത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയോടുള്ള എൻ്റെ ചോദ്യം. കാരണം ഇതെന്ന് പറയുന്നത് ഇതൊരു സ്പെസിമനായി എടുത്തുകൊണ്ട് ഈ ഒരു കാര്യത്തിന് അറുതി വരുത്താനായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിച്ചാൽ അതൊരു എക്സാമ്പിൾ ആയിരിക്കും. അത് കേരളീയ പൊതുസമൂഹത്തിൽ ഇതുപോലെ പരാതിയുമായി രംഗത്ത് വരുന്ന ഇപ്പോൾ ലൈംഗിക ആക്രമണത്തിനുള്ള പരാതിയല്ല, ഏത് പരാതിയായാലും ഒരു പരാതിയുമായി ഒരു സ്ത്രീ രംഗത്ത് വരുമ്പോൾ ആ സ്ത്രീയെ മോശക്കാരിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് അവളുടെ പരാതിയെ ഇല്ലാതാക്കിക്കൊണ്ട്, ആ പരാതിയുടെ മെറിറ്റിനെ ഇല്ലാതാക്കിക്കൊണ്ട് അവളെ അങ്ങ് ആക്രമിച്ച് ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു രീതിക്ക് തടയിടുന്നതിന് ഈ സംഭവത്തിന്, ഈ ബ്രിഗേഡിന് കൃത്യമായ ശിക്ഷ ഉറപ്പാക്കുന്ന രീതിയിലുള്ള നിയമ നടപടിയിലേക്ക്, സെറ്റിൽമെന്റിലേക്കല്ല, കൃത്യമായ നിയമ നടപടിയിലൂടെ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിലേക്ക്, അകത്ത് കിടക്കണമെന്നേ, അല്ലാതെ പുറത്തിറങ്ങി പോവല്ല വേണ്ടത്, അകത്ത് കിടക്കണം. ആ രീതിയിലുള്ള ഒരു ശിക്ഷ കൊടുക്കാനായിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറായാൽ മാത്രമേ ഏത് കൂട്ടത്തിൻ്റെ ആയാലും ഈ ആക്രമണം തീരുകയുള്ളൂ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. ഇനി ഇവിടെ ഈ ചാനൽ ചർച്ചകളിലേക്ക് വന്നിരുന്ന് പറയുന്ന അഭിപ്രായ പ്രകടനങ്ങൾ കഴിഞ്ഞ 2 ദിവസവും സ്മൃതി മാഡത്തിൻ്റെ ചർച്ചയിൽ, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാടിൽ വന്നിട്ട് ആവർത്തിക്കുകയാണ്. അതിന് മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടാണ് കേട്ടോ ഈ ചർച്ചയ്ക്ക് വരുന്നത്. ആ വീഡിയോ ഞാൻ ഇരുന്ന് കാണുകയായിരുന്നു. അപ്പോഴാണ് ചർച്ചയിൽ വന്നിട്ട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങ് പറയുകയാണ്, ഇതാണ് എനിക്ക് പറയാനുള്ളത്, ഇതാണ് എൻ്റെ നറേറ്റീവ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ചോദ്യത്തിന്
ചോദ്യത്തിന്റെ കണ്ടന്റ് എന്താണെന്ന് നോക്കുന്നില്ല. നേരത്തെ ചെയ്ത വീഡിയോയിലെ കണ്ടന്റ് എന്താണോ അത് ആവർത്തിക്കാൻ ആ സ്പേസിനെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇയാളെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നതിന് നമ്മുടെ ചർച്ചയും എന്തായാലും ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അതും ഒരു ഡിജിറ്റൽ എവിഡൻസ് ആയി തന്നെ കിടക്കുന്നുണ്ട്. കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമത്തിൽ വന്നിരുന്നു ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും വന്ന പാകപ്പിഴ എന്ന് പറഞ്ഞാലും ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് എന്താണ്? അത് തോട്ട്ഫുൾ ആയിട്ടുള്ളൊരു ആൻസറാണ്. ആ ആൻസറിലും ഈ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പർപ്പസ്ഫുൾ ആണ് ആ പെൺകുട്ടിയെ ഇല്ലായ്മ ചെയ്യണം, അവളുടെ ക്യാരക്ടറിനെ ഒരു മോറൽ പോലീസിങ്ങിന് വിധേയമാക്കണം. ഒരു മോറൽ പോലീസിങ് ഒരു മാധ്യമത്തിന് മുന്നിൽ വന്നിരുന്നു പോലും, ഒരു മാധ്യമത്തിൻ്റെ അല്ല, അയാൾ പങ്കെടുത്ത ചർച്ചകളിലെല്ലാം ഉണ്ട്, എല്ലാ ചർച്ചകളിലുമുണ്ട്. 10 സെക്കൻഡും 30 സെക്കൻഡും ചോദിച്ച് വാങ്ങിച്ച് പറയുന്നത് മുഴുവൻ വിഡ്ഢിത്തവും വിവരക്കേടുമാണ് എന്നുള്ളത് അത് ജനം മനസ്സിലാക്കണം. ഇങ്ങനെയൊന്നുമല്ല ഒരാളെ പിന്തുണയ്ക്കേണ്ടത്. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അയാൾ കുറ്റക്കാരനാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ വിഷയത്തിൽ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷയാണ് ആകെ നൽകിയിരിക്കുന്നത്. ഇതിന്മേൽ കേസെടുത്ത് അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. അയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിട്ട് ശിക്ഷ വിധിക്കട്ടെ, നമ്മൾ ആരും ശിക്ഷ വിധിക്കുന്നില്ല. പക്ഷേ ആ ഒരു പ്രോസസ്സിലൂടെ പോലും അയാളെ കടന്നു പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ ഈ പറയുന്ന വ്യക്തി ആരാണ്? അതിനുള്ള എന്ത് ഉത്തരവാദിത്തമാണ് സമൂഹം അയാൾക്ക് കൊടുത്തിരിക്കുന്നത്? ഈ രീതിയിൽ പുറത്തേക്ക് ഇറങ്ങി വന്ന് ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ന്യായീകരണം എന്ന് പറയുന്നത് അയാൾ പിന്തുണയ്ക്കുന്നയാളെ ന്യായീകരിക്കുന്നത് മാത്രമല്ല, ഇപ്പുറത്ത് നിൽക്കുന്നയാളെ തേജോവധം ചെയ്യുകയാണ്. അതിലാണ് ഇവിടുത്തെ തെറ്റിരിക്കുന്നത്. അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു മോറൽ റൈറ്റും ഒരു മോറൽ പോലീസിംഗ് റൈറ്റും ഈ പറയുന്ന രാഹുൽ ഈശ്വരനായാലും സന്ദീപ് വാര്യർക്കായാലും മറ്റ് 2 സ്ത്രീകൾക്കായാലും ഇവർക്ക് ആർക്കും ഈ സമൂഹം നൽകിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വവും ഇവരെ ഈ സമൂഹം ഏൽപ്പിച്ചിട്ടില്ല. കേരളീയ പൊതുസമൂഹം അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇവരെ 4 പേരെ എന്നല്ല, ഇവരെ പിന്തുണയ്ക്കുന്ന കമന്റുകൾ ഇടുന്ന സോക്കോൾഡ് ഈ കൂട്ടത്തിൽ ബ്രിഗേഡിന്റെ ഭാഗമായ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ അഭിപ്രായം. അപ്പോൾ ഇതൊരു കൂട്ട ആക്രമണമാണ്. മാങ്കൂട്ടത്തിലിന് വേണ്ടിയുള്ള മാങ്കൂട്ടത്തിൽ ബ്രിഗേഡിന്റെ ഒരു ആക്രമണമാണ്. അതിന് പിന്നിൽ നിൽക്കുന്നത് ഏത് പറമ്പിലുള്ളവരായാലും അവരെ കേരളീയ പൊതുസമൂഹം തിരിച്ചറിയും എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. കൂട്ടാക്രമണമോ എന്ന ചോദ്യത്തിന് കൂട്ടാക്രമണമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തുകൊണ്ട് അതിജീവിത നേരത്തെ പരാതി നൽകിയില്ല എന്നതിന് കൃത്യമായ ഉത്തരമായിരിക്കുന്നു. പരാതി നൽകിയ ശേഷം, അത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പോയി പരാതി നൽകിയ ശേഷം ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. നേരത്തെ തന്നെ ഈ ശബ്ദരേഖ പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ ഈ യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ പല ഭാഗത്തുനിന്ന് കണ്ടതാണ്. ആ ഫോട്ടോ പുറത്തുവിടും എന്നതടക്കം ഒരു ഘട്ടത്തിൽ അത് പുറത്തുവിടുകയും ചെയ്തിരുന്നു. അത് 1-2 പോസ്റ്റുകളിൽ ഒതുങ്ങുകയായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്ത എന്നുള്ളത് KPCCയുടെ ഔദ്യോഗിക ഹാൻഡിലിൽ തന്നെ പെട്ടിരിക്കുന്ന ആളുകൾ, ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്നവർ, അതിൽ പേരുകളുണ്ട്. ജിജോ മാത്യു, റിനീഷ് തുരുത്തിക്കാട്, സന്ദീപ് വാഴക്കാട് തുടങ്ങിയ പേരുകളൊക്കെ ഉണ്ട്. അവർ ഉപയോഗിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജുകൾ വരികയാണ്. ഞാൻ ഫോട്ടോ ഇട്ടു, ഞാൻ വീഡിയോ ഷെയർ ചെയ്തു, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഊഴമാണ് എന്ന രീതിയിലുള്ള മെസ്സേജുകൾ അതിൽ പാസ് ചെയ്യുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ചില കാര്യങ്ങളാണ് ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിനുശേഷം നമ്മൾ കേൾക്കുന്നത് ഈ KPCC സോഷ്യൽ മീഡിയ അത് പുതുക്കിയിരിക്കുന്നു. അതിൽ ഹൈബീഡനെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട്, മീഡിയ സെല്ലിൻ്റെ ചെയർപേഴ്സണായി ഹൈബീഡനെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് തീരുമാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നേരത്തെ ഉണ്ടായിരുന്നത് ആരായിരുന്നു? അല്ല, ബൽറാം. പക്ഷെ ബൽറാം അതിൽ പ്രവർത്തിക്കുന്നില്ല. ബൽറാമിനെ ചുമതലയുണ്ട്. അതിനു മുമ്പ് അതെ. അതിനുശേഷം ബൽറാമിനെ അത് ഏൽപ്പിച്ചിരുന്നു. ബൽറാമിന് അത് വയ്യ, തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ബൽറാം നോക്കാതിരിക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കണം ഒരു പക്ഷേ ഇത് നോക്കുക, കൈകാര്യം ചെയ്യുക എന്നതിൽ അപ്പുറത്തേക്ക് ഒരു വലിയ സംഘമായത് വിപുലമായിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ മുഖമുള്ളവരുണ്ട്, മുഖമില്ലാത്തവരുണ്ട്, മുഖത്തോടു കൂടി തന്നെ പോസ്റ്റ് ഇടാൻ ഒരു ഭയവുമില്ലാത്തവരുണ്ട്. കാരണം കോൺഗ്രസ് ഔദ്യോഗികമായി എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അയാൾ ഇപ്പോൾ ഈ പാർട്ടിയിലില്ല എന്ന് നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഒക്കെ പറയുമ്പോഴാണ് അയാൾക്ക് വേണ്ടി പാർട്ടിയിൽ ഉത്തരവാദിത്തമുള്ള ചുമതലയുള്ളവർ വന്നിരിക്കുന്നതെന്നുള്ളതാണ്. അതിൽ 2 വനിതകളുമുണ്ട് എന്നുള്ള പ്രധാനമാണ്. അതിൽ 2ാം പ്രതിയായിരിക്കുന്ന 1ാം പ്രതിയായിരിക്കുന്നത് തന്നെ ഒരു വനിതയാണ്. അത് മഹിളാ കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കലാണ്. 4ാം പ്രതിയായി KPCC ജനറൽ സെക്രട്ടറിയായി കോൺഗ്രസിലേക്ക് ഈ അടുത്ത് വന്ന സന്ദീപ് വാര്യരാണ് എന്നുള്ളതാണ്. ഇവരുടെ 2 പേരുടെയും പോസ്റ്റുകളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. സന്ദീപ് വാര്യർ എന്തായാലും നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞു. നിയമപരമായി തന്നെയാണല്ലോ നേരിടാൻ പറ്റുക. അപ്പോൾ ഇതെവിടെ നിൽക്കുന്നു? നമുക്കറിയാം, രാഹുൽ ഈശ്വർ എല്ലാ ഘട്ടത്തിലും ഏത് ലൈംഗിക ആക്രമണ കേസുകൾ ഉണ്ടാകുമ്പോഴും പ്രതികൾക്ക് വേണ്ടി പെട്ടെന്ന് ചാടി വീഴുകയും പ്രതികൾക്ക് വേണ്ടി വീഡിയോ ഉണ്ടാക്കുകയും ചെയ്യും. ഈ പെൺകുട്ടിക്ക് എതിരെ 12 വീഡിയോകളാണ് ഇയാൾ ഇതിനകം ചെയ്തിരിക്കുന്നത്. ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ 12 വീഡിയോ. അപ്പോൾ അതിലുള്ളൊരു താല്പര്യം അത് എവിടെ നിന്നുണ്ടാക്കുന്നു? അയാൾക്ക് അത് സ്വയം തോന്നിയിട്ടാണോ, അതോ അതിനൊരു പ്രേരണയുണ്ടോ, അതിന് സാമ്പത്തികമായി തന്നെ ഒരു നേട്ടമുണ്ടാകുന്നുണ്ടോ? ഇതൊക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആയുധം, ലാപ്ടോപ്പൊക്കെ പോലീസ് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. AR ക്യാമ്പിലേക്ക് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ എപ്പോഴും പ്രതികൾക്ക് വേണ്ടിയുള്ള ശബ്ദമായി രാഹുൽ ഈശ്വർ എത്തുന്നു എന്നുള്ളതാണ്
രാഹുൽ ഈശ്വർ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു ഒരു സംവിധാനം കൂടി വന്നിട്ടുണ്ട്. അതായത് ഏത് ക്രിമിനലുകളും ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് പൂമാല ഇടുക, അവരെ സ്വീകരിക്കുക, ഞങ്ങൾ കൂടെയുണ്ടോ എന്ന് പറയുക. അപ്പം നമ്മൾ വിചാരിക്കും അവർ കുറച്ച് സംഘമല്ലേ എന്ന്. അങ്ങനെയല്ല, അവരുടെ പ്രവർത്തനം ഈ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രവർത്തിക്കുന്നു. അതിൽ സ്ത്രീകളടക്കം പ്രവർത്തിക്കുന്നു, ഉത്തരവാദപ്പെട്ടവരടക്കം പ്രവർത്തിക്കുന്നു. അതിനുശേഷം അതെങ്ങനെയാണ് ഒരു വലിയ കൂട്ടത്തിൻ്റെ പ്രതികരണങ്ങൾ ഈ പറയുന്ന പരാതിക്കാരിക്കെതിരെ ഒരു തരത്തിലുള്ള അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുകയാണ്. അതായത് പൊതുസമൂഹത്തിൽ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കാൻ ഇവർക്ക് വലിയൊരു പങ്ക് വഹിക്കാനാകുന്നുണ്ട്. അവർ ചെന്ന് ഈ യുവതിക്കെതിരെ അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തിക്കൊണ്ട് അതാണ് ശരി എന്ന രൂപത്തിൽ പറയുന്നു. ചിലരെങ്കിലും അത് ശരിയായിരിക്കാമെന്ന് വിശ്വസിക്കുന്ന രൂപത്തിലേക്ക് വരികയും അങ്ങനെ ഒരു വലിയ സംഘത്തെ ആ രൂപത്തിൽ സമൂഹത്തിൽ തന്നെ ഒരു വലിയ നെറേറ്റീവ് ഉണ്ടാക്കുക, ഒരു വലിയ സംഘത്തെ ആ രൂപത്തിലേക്ക് ആക്കി മാറ്റുകയും ചെയ്യണം. അപ്പോൾ സമൂഹത്തിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിൽ, അതായത് സ്ത്രീപക്ഷ നിലപാട് തന്നെ തെറ്റാണ്, അത് ചെയ്തുകൂടാ എന്നൊരു മോശം സന്ദേശം നൽകുന്ന ഒരു വലിയ സംഘമായി പ്രവർത്തിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കോൺഗ്രസിന് നടപടിയെടുക്കാൻ പറ്റാത്തതെന്നുകൊണ്ടാണ്. കോൺഗ്രസിൽ പ്രധാനപ്പെട്ട നേതാക്കളെ വെറുതെ വിട്ടിട്ടില്ല, പ്രതിപക്ഷ നേതാവിനെ വെറുതെ വിട്ടില്ല, പ്രതിപക്ഷ നേതാവിൻ്റെ കുടുംബത്തെ വെറുതെ വിട്ടിട്ടില്ല. അപ്പോൾ ഇവർക്ക് ഇതിന് ഒരു മടിയുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഘട്ടം വരെയെങ്കിലും കോൺഗ്രസ് ഇത് പ്രതികരിക്കാതെ മാറി നിന്നിരുന്നു. പ്രതിപക്ഷ നേതാവിനെ ഒരു ഭയക്കുന്ന രീതിയിലേക്ക്, ആ രൂപത്തിൽ കുടുംബത്തെ ആക്രമിക്കുന്ന രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് പതറിപ്പോവും. ആ രൂപത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാ രാജ്മോഹൻ ഉണ്ണിത്താന് മുന്നും പിന്നുമില്ല, അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഇത് ഏതെങ്കിലും സൈബർ കൂട്ടത്തിൻ്റെ ആക്രമണം മാത്രമല്ല, അതിന് പിന്നിലൊരു അതിനെ ചലിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ കാര്യം, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തൻ്റെ പക്കലുണ്ട്, വാർത്താസമ്മേളനം നടത്തി വെളിപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. അതൊരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ് കേട്ട് ഈ തരത്തിലുള്ള നിർദ്ദേശം കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് തടയിടുകയാണ് വേണ്ടത്. കോൺഗ്രസിന് ഈ കേസിൻ്റെ തുടക്കത്തിൽ കിട്ടിയിരുന്ന ഒരു അഭിനന്ദനമുണ്ട്. നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്തുകൊണ്ട് ഈ പാർട്ടി വളരെ വേഗത്തിൽ നടപടിയെടുത്തൊരു പാർട്ടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ പ്രതികരിക്കുമ്പോൾ ഇവിടെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിയിൽ നടപടിയെടുക്കാത്ത ഒരു പാർട്ടി സെക്രട്ടറി കൂടി ഇന്നുകൂടി പ്രതികരിക്കുന്നുണ്ട്. അത് എന്താണ്, ഇപ്പോഴും അതിൽ തീരുമാനമെടുക്കാൻ ആയിട്ടില്ല, മുഴുവൻ വരട്ടെ, അത് പാകമാകട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള സമയം അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി ഇതിലേക്ക് വിഷയം വരുന്നത് ഇത്ര രൂപത്തിൽ പാർട്ടി അക്കാര്യത്തിലൊരു ശക്തമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിന്മേൽ അങ്ങനെ ചർച്ചയുണ്ടാകില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോലീസ് പോകുന്ന അത് ചർച്ച ചെയ്യുമെന്നല്ലാതെ നേതൃത്വത്തിനെതിരെ അങ്ങനെ ഒരു വിമർശനം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വിമർശനം വരുന്നത് എന്തുകൊണ്ടാണ്? നേതൃത്വത്തിൻ്റെ നിയന്ത്രണത്തിലല്ല ഈ പറയുന്ന സൈബർ കൂട്ടം എന്ന് മാത്രമല്ല ചില നേതാക്കളും എന്നുള്ളതാണ്. അപ്പോൾ ഈ അടുത്തിടെ കോൺഗ്രസിലേക്ക് വന്ന നിലപാട് മാറി വന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് പോലും നിലപാട് മാറിയിട്ടുണ്ടോ എന്ന് പാർട്ടി പരിശോധിക്കേണ്ടതാണ്. പാർട്ടി ഈ തരത്തിൽ ഈ ക്രിമിനൽ നടപടിയെടുത്തിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ കൊടുക്കുന്ന നേതാക്കളോട് വിശദീകരണം തേടിയിട്ടുണ്ടോ? ഇതുവരെ വിശദീകരണം തേടിയതായി KPCC അധ്യക്ഷൻ വിശദീകരണം തേടിയത് നമ്മുടെ മുന്നിലില്ല, അല്ലേ? ഈ സഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് കൂടെ വന്ന യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ഒരു നടപടി ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. ആ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് കൂടെ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് നേതാക്കളുണ്ടോ എന്നതാണ് അടുത്ത ചോദ്യം. അപ്പോൾ പിടിയിലാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടൻ ഒറ്റയ്ക്കാണോ വരിക, അതോ കൂടെ മറ്റാരെങ്കിലും ഉണ്ടാകുമോ എന്ന് സഹായമില്ലാതെ ഈ ഫോണില്ലാതൊക്കെ ഇല്ല, സഹായമൊക്കെ കൃത്യമായി ലഭിക്കുന്നുണ്ട്. അത് ഏത് കേന്ദ്രത്തിൽ നിന്ന് എന്നുള്ള കാര്യം കൂടി ഇതിനകം പുറത്തു വരുമെന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് ആണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. കൂട്ടാക്രമണമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല, അതിൽ നമുക്കും ഒരു തർക്കവുമില്ല, അല്ലേ? 3 പേരും ഒരേ അഭിപ്രായമാണ്, യെസ് എന്നാണ് 3. Meet the editors.